2025 ക്രിസ്മസ് എക്സാം 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ആൻസർ കീയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം നോക്കാം. ബാബയുടെ കവിതയത്തെ ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1 തൊട്ട് 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് അത് നോക്കിയിട്ട് എഴുതുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കട്ടിലിൽ കിടന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കവിതയിൽ നിന്ന് മാച്ച് ആയിട്ടുള്ള വരി നോക്കിയതാണ് പറയണത്. അതിലെ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം ബാബയുടെ കൈ പിടിച്ച് പുറത്തെടുക്കാൻ സഹായിക്കുന്നു എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിതയുടെ ആശയം എഴുതുക. അടുത്തത് ബൈസിക്കിൾ ദിവസം എന്നുള്ള കഥയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് 4 തൊട്ടിട്ടുള്ള 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഏതാന്ന് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 1ഉം 3ഉമാണ് കറക്റ്റായിട്ട് വരിക. ജോലിക്ക് സൈക്കിൾ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ മൂന്നാമത്തെ ആൾ വിശപ്പും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആണ് ആൻസർ. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള അനുഭവത്തെക്കുറിച്ചിട്ട് ഡയറി, അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഫ്രണ്ടിനൊരു കത്തെഴുതുക. അതിൻ്റെ ആൻസേഴ്സ് അടുത്തത് യാത്രാവിവരണത്തിൻ്റെ ഭാഗത്തിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. 7 തൊട്ടിട്ട് 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പാരഗ്രാഫ് നോക്കിയിട്ട് എഴുതുക. അതിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ, വിശേഷ ശബ്ദം എഴുതുക. 8ാമത്തെ ക്വസ്റ്റ്യൻ, അദ്ദേഹം സംഗീതം വായിച്ചപ്പോൾ ആഘോഷം പോലെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് എഴുതുക. 9ാമത്തെ ക്വസ്റ്റ്യൻ, കഥാപാത്രത്തെ കുറിച്ചിട്ട് എഴുതുക. പോയിന്റ്സ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, പ്രകൃതിയും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഉപന്യാസം എഴുതുക. അതിൻ്റെ ആൻസേഴ്സ് അടുത്തത് മേരി മാ എന്നുള്ള കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് 10ഉം 11ഉം എഴുതുക. അതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മേ എല്ലാം എനിക്കറിയാം അല്ലേ എന്ന പ്രസ്താവനയുടെ അർത്ഥം എന്താണെന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ, ആ കുട്ടിക്ക് അറിയാം, ആ കുട്ടീനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, പോസ്റ്റർ. അതായത് നവംബർ 14-ന് ശിശുദിനത്തിൽ സ്കൂളിൽ ചലച്ചിത്രമേള നടക്കുന്നു, താരെ സമീൻ പർ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ, എനിക്കും സംസാരിക്കാൻ അവകാശമുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കണം എന്ന വിഷയത്തെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ. അതിൻ്റെ ആൻസർ അടുത്തത് ഹാച്ചിയുടെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 12 തൊട്ട് 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ, സൂചന കൊടുത്തിക്കണ പോലെ ആ ടേബിൾ ഫില്ല് ചെയ്യുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, വേർഡ്സ് തന്നിട്ട് സെൻറ്റൻസ് എക്സ്പാൻഡ് ചെയ്യുക. അതിലടുത്ത ക്വസ്റ്റ്യൻ, നായക്കുട്ടിയുമായി വീട്ടിലെത്തിയ പ്രൊഫസറും ഭാര്യയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. അതിൻ്റെ ആൻസർ
അടുത്തത് താരേ സമീൻ പർ എന്നുള്ള ഭാഗത്തെ പറ്റിയിട്ടാണ് 15ഉം 16ഉം. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ ഓപ്ഷൻ സി ആണ് 16. ഈ സിനിമ തരുന്ന സന്ദേശം എന്താണെന്ന് എഴുതുക. അതിൽ സന്ദേശം മാതാപിതാക്കൾ കുട്ടികളെ, പ്രത്യേകിച്ച് വയ്യാത്ത കുട്ടികളെ, അവരുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രം നോക്കുക. അതിനെ പറ്റിയിട്ട് 2 വാക്യങ്ങൾ എഴുതുക.